ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മളിത് കുറുക്കിയെടുക്കണം കേട്ടോ. ഒരു നന്നായിട്ട് കുറുകിയ ഒരു ഇതാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. തീ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ ഇത് അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആയാലും ഒന്ന് അടി കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുക കേട്ടോ. തണുത്തതിന് ശേഷം ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ മാതള നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു 2 പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മീതേക്ക് ഞാൻ കുറച്ചും കൂടി മാതള നാരങ്ങ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.